അവനോടൊന്ന് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ മിസ്സിസ് തമ്പിക്ക് വാക്ക് കൊടുക്കുക? അവനോട് ചോദിച്ചാ ആദർശം പറഞ്ഞോണ്ട് വരും. അപ്പോഴത്തേക്കും പെണ്ണിനാരെങ്കിലും ആമ്പിളരെ കൊത്തിക്കൊണ്ടു പോകും. 30,000 രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്സാ അവളുടെ പേരിലുള്ളത്. ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവള് പറയില്ല. ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ? തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കൺട്രി ടൈപ്പാണ് അവനെന്ന് അറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാനത് പറഞ്ഞു. വിനയന് ജോലി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനുമായി പരിചയപ്പെട്ടാൽ അവര് സത്യം അറിയില്ലേ? ഒരക്ഷരം മിണ്ടില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചേച്ചല്ലേ അവനെ ഞാൻ കല്യാണ പന്തലിലേക്ക് അയക്കുള്ളൂ. എനിക്കെന്തോ വലിയ വിശ്വാസം വരുന്നില്ല. നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഞാൻ ഇന്ന് തന്നെ ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാന്നാ മിസ്സസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത്. അവനോട് വന്നു കിട്ടിയാ പിന്നെ കല്യാണം കഴിഞ്ഞേ പറഞ്ഞേക്കാവൂ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കളയും. എന്നാൽ അവനോടൊന്ന് വരാൻ പറയണ്ടേ? ഡൽഹിയിലേക്ക് വിളിച്ചു പറഞ്ഞ പോരെ മമ്മി? കുട്ടികളുടെ കാര്യം നോക്കിയാ മതി. ഒരു എഴുത്തയച്ചാലോ? അല്ല, ചേട്ടനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം. അത് കൊള്ളാം. ബാബുവിനേതായാലും കോളേജിൽ പോണ്ടല്ലോ ഇപ്പൊ. മാത്രമല്ല ചേട്ടന്റെ വില്ലേജൊക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം. പക്ഷെ മാരേജിന്റെ കാര്യമൊന്നും പറയണ്ട. വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. എന്നാ നാളെ തന്നെ പുറപ്പെട്ടോ. കാറ്റ് വന്നു കള്ളനെ പോലെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ അല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളി കാണും, പഴകുറ്റിപ്പള്ളി. അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി. അവിടാ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക, ഗ്രാമസേവക. നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്താടാ ബാബു, വീട്ടിലെന്നെ വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയില് എന്താ എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകല് തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ നടന്നു. മോളെ, ആ പാല് കുപ്പിങ് എടുത്തേ. ഇതാ അമ്മേ. അല്ലേ, നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടി, നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു. വിത്ത് ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ? പതുക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ചു കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം. അവിടെ വെച്ച് കാണാം. വരൂ.
ചേട്ടാ എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റോ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്നേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല, ആഹാ. ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നേക്ക്, വാതിലൊക്കെ തുറന്നു കിടക്ക. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുകയാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ട് വേണ്ടേ? കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നോണ്ട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനി എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാൻ ഇറങ്ങിയതോ. ഇന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ, പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി അവിടെ. ചേച്ചിയോ? ആ, ഏത് ചേച്ചി? രാധ ചേച്ചി. ആ രാധ ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. നിങ്ങളാരാ? ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണ്? അതെ. എന്നെ കയറ്റിയിരുത്ത് ഒന്ന് ഓടിക്കോ. എല്ലാവരെയും എത്തി ഓടിക്കാം. പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യോ? ചെയ്യാം. ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ കാവലിരിക്കണം. ആ ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള. ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. രാധ പൊക്കോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ. അപ്പൊ വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ലാതെ പെൺപിള്ളേരെ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു. ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജിൽ പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റിനും ആസലായിട്ട് തോറ്റു. വേഗം കുളിച്ചോ. ഉം. ഉം ഹും, ഉം ഹും, ഉം ഹും, ഉം ഹും.